ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന് കീഴിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ CA പഠനം ആരംഭിക്കാം. ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾക്കായി തയ്യാറായിരിക്കുകയാണ്. അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് CA പഠനം ആരംഭിക്കാം. ഡിസംബർ 8 മുതൽ CA ഫൗണ്ടേഷൻ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ലോ ആൻഡ് അക്കൗണ്ട്സ്, മാത്സ്, BCR, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് വിദഗ്ധരായ അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നത്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ലെക്ചർ വിത്ത് അൺലിമിറ്റഡ് വാച്ച് ടൈം, യുടെ നോട്ട്, ഡൗട്ട് സോൾവിംഗ് സെക്ഷൻസ്, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടിക്കൽ മോക്ക് ടെസ്റ്റ് പേപ്പർ എന്നിവ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലൂടെ ലഭിക്കും. ഇനി എന്തിന് നിങ്ങൾ മടിക്കണം? ഇന്ത്യയിലെ മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ CA എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. ഓരോ സബ്ജക്റ്റിനും വിദഗ്ധരായ ഒട്ടനവധി അധ്യാപകരും റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസും അൺഅക്കാഡമിയുടെ പ്രത്യേകതകളാണ്. അൺഅക്കാഡമി ഒരു കംപ്ലീറ്റ് പ്ലാനോട് കൂടിയുള്ള പഠനമാണ് നടത്തുന്നത്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിളിലൂടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യുന്നത്. 24 month, 12 months, 6 months പ്ലാനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്ലാനുകൾക്ക് നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റും നടത്താവുന്നതാണ്. ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം. കൊമേഴ്സ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് 10% ഫീസ് ഡിസ്കൗണ്ട് ആണ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് അച്ചീവേഴ്സ് എന്നുള്ള കോഡ് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. CA പഠനം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ, ആ പേര് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ സെല്ലർ ടു ഹൂം ദ ഫുൾ പ്രൈസ് ഓഫ് ദ ഗുഡ് സോൾഡ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. അതായത് ഏതോ ഒരു സാധനം വിറ്റു, അപ്പോൾ ആ സാധനത്തിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരു അൺപെയ്ഡ് സെല്ലറായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സെക്ഷൻ 45 പ്രകാരം ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ ആരാന്ന് നോക്കാം. ദ ഫുൾ പ്രൈസ് ഓഫ് ഗുഡ് സോൾഡ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ്. അതായത് വിറ്റ സാധനത്തിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാൻ സാധിക്കും. ദെൻ എ കണ്ടീഷണൽ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ എ വിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹാസ് ബീൻ ഡിസോണേർഡ്, ദാറ്റ് ഈസ് ദ ബയർ ഫെയിൽ ടു പേ ദ എമൗണ്ട് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി കടത്തിനാണ് നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ, ബയർ മേടിക്കുന്നതെങ്കിൽ ഒരു എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ചെക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ വെൻ ദ ബയർ ഫെയിൽ ടു പേ ദ എമൗണ്ട് ഓൺ മെച്യൂരിറ്റി, അപ്പം മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ബയർ അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിസോണർ ആവും അല്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ചെക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഡിസോണർ ആവും. അപ്പോൾ ആ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയർക്ക് പണം സെല്ലർക്ക് പണം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കേസിൽ നമുക്കതിനെ അൺപെയ്ഡ് സെല്ലറായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. Thus, a seller who has not received the price of goods sold or has received only a part of the price is an unpaid seller. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? മൊത്തത്തിൽ ഗുഡ്സ് വിറ്റ സാധനത്തിൻ്റെ വില കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് റിസീവ് ചെയ്തിട്ടുള്ളൂ, പാർട്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ, മൊത്തത്തിൽ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു അൺപെയ്ഡ് സെല്ലറായിട്ട് കാണാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഒരു അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സ് എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ? മെയിൻലി നമ്മൾ 2 റൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ് സോൾഡ് ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ബയർ. അപ്പോൾ 2 റൈറ്റ് അൺപെയ്ഡ് സെല്ലർക്ക് പറയുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ് സോൾഡ് എന്ന് പറയുമ്പോൾ വിറ്റ സാധനത്തിൻ്റെ പേരിലുള്ള റൈറ്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് ബയർ എന്ന് പറയുമ്പോൾ ബയർക്ക് മേലുള്ള റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ് സോൾഡ് എന്താണെന്ന് നോക്കാം. അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ് സോൾഡ്, വിറ്റ സാധനത്തിന് മേലുള്ള എന്തൊക്കെ അവകാശം റൈറ്റാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൽ കുറേ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെന്ന് പറയുമ്പോൾ വേർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫർ ടു ദി ബയർ. എന്താ പറയുന്നത്? ആദ്യം ഗുഡ്സ് വിറ്റപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് കൂടി ബയർക്ക് കൊടുത്തു. അങ്ങനെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൈറ്റാണ്? ഓണർഷിപ്പ് ശ്രദ്ധിക്കണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റൈറ്റ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തൊക്കെ റൈറ്റ്സ് ആണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ ആണ് പറയുന്നത്. സെക്ഷൻ 47 സബ്സെക്ഷൻ 1 റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എമൗണ്ട് കിട്ടുന്നവരെ, പണം കിട്ടുന്നത് വരെ സെല്ലറുടെ കയ്യിൽ തന്നെ ഈ ഗുഡ്സ് വയ്ക്കാനുള്ളൊരു അവകാശം, അതാണ് റൈറ്റ് ഓഫ് ലീൻ. അതായത് എന്താ പറയുന്നത് നോക്കിക്കേ, റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. നമുക്ക് പണം ബയറിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത് വരെ സെല്ലർക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് കൈവശം വയ്ക്കാം. ആ ഒരു അവകാശമാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ് ഓഫ് ലീൻ എപ്പോഴൊക്കെയാണ് നമുക്ക് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രമേ, സാറ്റിസ്ഫൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തത്, അൺപെയ്ഡ് സെല്ലർ മസ്റ്റ് ബി ഇൻ ആക്ച്വൽ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് സോൾഡ്.
എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഗുഡ്സ് സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അൺപെയ്ഡ് സെല്ലർ തന്നെ ആയിരിക്കണം അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ, കൈവശാവകാശം ആർക്ക് തന്നെ ആയിരിക്കണം? അൺപെയ്ഡ് സെല്ലർക്ക് തന്നെ ആയിരിക്കണം. ദെൻ അടുത്തത് പറയുന്നത് അൺപെയ്ഡ് സെല്ലർ ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. എന്താ പറയുന്നത്? അതായത് ബയർ ഈ ഗുഡ്സിൻ്റെ ക്യാഷ് തന്നു നമുക്ക്, ഇനി എക്സ്ട്രാ ഒന്നും ചോദിക്കാൻ വേണ്ടി, ഇപ്പം ഫോർ എക്സാമ്പിൾ ബയർ 1000 യൂണിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു, അതിൻ്റെ പണം തന്നു. ഇനിയും നമുക്ക് അഡീഷണൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? കൈവച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഹി കനോട്ട് റീറ്റെയിൻ ദ ഗുഡ്സ് ഫോർ എനി അതർ ചാർജസ് എന്നാണ് പറയുന്നത്. മറ്റെന്തെങ്കിലും ചാർജസിന് വേണ്ടി റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് വെയർ ഗുഡ്സ് ആർ സോൾഡ് വിത്തൗട്ട് എനി സ്റ്റിപ്പുലേഷൻ ആസ് ടു ക്രെഡിറ്റ് ദ അൺപെയ്ഡ് സെല്ലർ ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് ഇഫ് ദ ബയർ ഫെയിൽ ടു പേ ദ ഹോൾ പ്രൈസ്. ഇനി എപ്പോഴാണ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഈ കടത്തിനാണ് മേടിച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. സെല്ലർക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. റെഡി ക്യാഷ് ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് വെയർ ദി ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് അൺപെയ്ഡ് സെല്ലർ ക്യാൻ റീറ്റെയിൻ ദി ഗുഡ്സ് ബയർ ഫെയിൽസ് ടു പേ ദ ഹോൾ പ്രൈസ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ക്രെഡിറ്റ് പീരീഡ്. ഇപ്പോൾ കടത്തിനാണ് സാധനം മേടിച്ചത്, ഇപ്പോൾ ഒരു മാസത്തെ അവധിക്കുള്ളിൽ പണം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അടുത്ത കാര്യം പറയുന്നത് വേർ ദ ബയർ ബിക്കം ഇൻസോൾവെൻറ്റ് അൺപെയ്ഡ് സെല്ലർ മേ റീറ്റെയിൻ ദ ഗുഡ്സ് അണ്ടിൽ ദ ഹോൾ പ്രൈസ് ഇസ് പെയ്ഡ്. ഇനി ബയർ ഇൻസോൾവെൻ്റ് ആയാലോ? ബയർ ഇൻസോൾവെൻ്റ് ആയാലും ഫുൾ എമൗണ്ട് തരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്ക് ഈ ഗുഡ് പ്രൊസസ് ചെയ്യാൻ കൈവെക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, where the unpaid seller has delivered a part of the goods he may exercise his lien on the remaining part. അതായത് ഇപ്പം 100 എണ്ണം ആണ് മേടിച്ചത്, അതിൽ 50 എണ്ണത്തിന് പണം തന്നു, ബാക്കി ഇനി തരാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആ തന്നതിൻ്റെ ഗുഡ്സ് നമുക്കും കൊടുക്കാം, ബാക്കി റിട്ടേൺ ചെയ്താൽ മതി, ബാക്കി സെല്ലറുടെ കൈവശം വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അൺപെയ്ഡ് സെല്ലർ ഹാസ് ഡെലിവേർഡ് എ പാർട്ട് ഓഫ് ദ ഗുഡ്സ് ഹി മേ എക്സൈസ് ഹിസ് ലീൻ ഓൺ ദ റിമൈനിങ് പാർട്ട്. പകുതി കൊടുത്തു, ഇനി പകുതി കൊടുക്കാനുള്ളതിന് പണം കിട്ടാനുള്ളത് മാത്രം കൈവച്ചാൽ മതിയെന്നു. Then the unpaid seller cannot be compelled to deliver a part of the goods on payment of proportionate price of goods. അതായത് ഇപ്പോൾ 30 ഗുഡ്സിനുള്ള ഓർഡർ തന്നു എന്നിരിക്കട്ടെ, അപ്പോൾ എന്നാൽ ബയർ കുറച്ച് ക്യാഷ് മാത്രമേ നമുക്ക് തന്നുള്ളൂ. അപ്പോൾ ആ ക്യാഷിൻ്റെ ഗുഡ്സ് എന്ത് ചെയ്യാം? ഇങ്ങ് തരാൻ പറഞ്ഞാൽ ആ സെല്ലർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പം 30 ഗുഡ്സ് മൊത്തത്തിലാണ് ഓർഡർ ചെയ്തത്, അപ്പം 30 ഗുഡ്സ് തന്നിട്ട് ഒരു 10 ഗുഡ്സിൻ്റെ പൈസ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ആ ഗുഡ്സ് ഇപ്പോൾ ഇങ്ങനെ തന്നേക്ക്, പിന്നെ ബാക്കി തന്നാൽ മതി, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്കത് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് റൈറ്റ് ഓഫ് ലീനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ്, അൺപെയ്ഡ് സെല്ലർക്കുള്ള കുറച്ച് റൈറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഓഫ് ദി ഗുഡ്സ് ആണ് വൈൽ ദേ ആർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. അതായത് ഇപ്പം നമുക്ക് ക്യാഷ് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഗുഡ്സ് അങ്ങ് അയച്ചു, സെല്ലർ ഈ ഗുഡ്സ് അങ്ങ് അയച്ചു. അങ്ങനെ പകുതി വഴിക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ബയറുടെ കയ്യിൽ നിന്ന് ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല, ബയർ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുഡ്സ് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഒരു അൺപെയ്ഡ് സെല്ലറിന് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എക്സൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താന്ന് വെച്ചാൽ, ഒന്നാമത്തത് ബയർ ഹാസ് ബിക്കം ഇൻസോൾവെൻറ്റ്. അതായത് ബയർ ഇൻസോൾവെൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബയറിന് ഒരു വിധത്തിൽ ഒരു സാഹചര്യം കൊണ്ടും ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പണം അടച്ച് ഈ ഗുഡ്സ് മേടിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഗുഡ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ, ബയർ ഹാസ് ബിക്കം ഇൻസോൾവെൻറ്റ്. ദെൻ സെല്ലർ മസ്റ്റ് ബി അൺപെയ്ഡ്. സെല്ലർ ആരായിരിക്കണം? അൺപെയ്ഡ് തന്നെ ആയിരിക്കണം. അൺപെയ്ഡ് സെല്ലർ ക്യാൻ സ്റ്റോപ്പ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ്. ഇനി എക്സ്ട്രാ പേയ്മെൻറ്റിന് വേണ്ടി ഒന്നും നമുക്ക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ കിട്ടാത്ത പണത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സിൻ്റെ പണത്തിന് വേണ്ടി ആയിരിക്കണം എന്ത് ചെയ്യണം? അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ദെൻ സെല്ലർ മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് പൊസഷൻ ഓഫ് ഗുഡ്സ്. അതായത് സെല്ലർ ഈ ഗുഡ്സിൻ്റെ കൈവശാവകാശം സെല്ലറിനായിരിക്കണം എന്നാണ് പറയുന്നത്. Then goods are in the course of transit. Goods have gone out of the actual possession of the seller, but they have not reached in the possession of buyer. അതായത് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് എന്ത് ചെയ്യണം? പോയി കാണണം. അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോയി, ഗുഡ്സ് അയച്ചു,
ബട്ട് ബയറുടെ കയ്യിൽ അത് എത്തിയിട്ടില്ല. ബയറുടെ കയ്യിൽ അത് എത്തിയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ബയറുടെ കയ്യിൽ അത് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ കേസിൽ അൺപെയ്ഡ് സെല്ലർക്കുള്ള അവകാശങ്ങൾ പറയുന്നത്. ദെൻ മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് റീസെയിൽ. നമുക്കറിയാം റീസെയിൽ വീണ്ടും വിൽക്കാം അല്ലേ, അതായത് മറിച്ച് വിൽക്കാം. അതായത് ബയർ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? ഈ ഗുഡ്സ് മറിച്ച് വിൽക്കാം. ഇനി എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ അൺപെയ്ഡ് സെല്ലർക്ക് ഈ ഗുഡ്സ് റീസെല് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് വെൻ ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ. പെരിഷബിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിഷബിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്ന അങ്ങനെയൊക്കെയുള്ള ഗുഡ്സിനെ നമുക്ക് പെരിഷബിൾ നേച്ചറുള്ള ഗുഡ്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കേസ് പെട്ടെന്ന് ഇങ്ങനെ പെരിഷബിൾ ആയിട്ടുള്ള ചീത്തയായി പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്ക് അത് റീസെയിൽ ചെയ്യാം എന്ന് പറയുന്നു. അതൊന്നാമത്തെ സാഹചര്യം. ദെൻ രണ്ടാമത്തെ കേസ് പറയുന്നത് വേർ ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് എക്സസൈസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓർ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗീവ്സ് എ നോട്ടീസ് ടു ദ ബയർ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റീസെൽ ദി ഗുഡ്സ്. അടുത്ത പറയുന്നത് വെച്ചാൽ അൺപെയ്ഡ് സെല്ലറി ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് റൈറ്റ്സ് ഉണ്ടല്ലോ, റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും. അതായത് പണം കിട്ടുന്നവരെ കൈവശം വെക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ അയച്ചു കഴിഞ്ഞിട്ട് അത് നിർത്തലാക്കാനുള്ള അവകാശം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശം. ഇത് രണ്ടും സെല്ലർ പരീക്ഷിച്ചിട്ടും ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്ക് ഒരു നോട്ടീസ്, അതായത് ഞങ്ങൾ ഈ ഗുഡ് റീസെല് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബയർക്ക് ഒരു നോട്ടീസ് അയക്കാം. അതാണ് രണ്ടാമത്തെ കേസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ സച്ച് കേസ് റീസെയിൽ ഓഫ് ഗുഡ് സെല്ലർ ഈസ് എൻറ്റൈറ്റിൽ ടു. അങ്ങനെ റീസെയിൽ ചെയ്യുക, അങ്ങനെ റീസെയിൽ നോട്ടീസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് റിക്കവർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്ട് പ്രൈസ് ആൻഡ് റീസെയിൽ പ്രൈസ് ഫ്രം ദ ഒറിജിനൽ ബയർ ആസ് ഡാമേജസ്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒറിജിനൽ ബയറിന് ഇപ്പം 1500 ഞാനൊരു 1500 രൂപയ്ക്ക് ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞൊരു ഗുഡ്സ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1500 രൂപയായിരിക്കും അല്ലേ. അപ്പം നമുക്ക് 1500 രൂപ കിട്ടിയിട്ടില്ല, ഞാനത് റീസെയിൽ ചെയ്യാൻ പോവാം. ഞാനെന്ന് പറയുന്ന സെല്ലർ അത് റീസെയിൽ ചെയ്യുന്നു, ഞാനത് 1000 കൊടുക്കുന്നു. മറ്റൊരു ബയർക്ക് ഞാൻ 1000 കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ എന്തുണ്ടായി? 500 രൂപ നഷ്ടമാണല്ലേ ഉണ്ടായത്. അപ്പോൾ 500 രൂപ ലോസ് ഉണ്ടായി. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. ഈ ഡിഫറൻസ് ആരിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം? ഡാമേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒറിജിനൽ ബയർ ആദ്യം പൈസ തരാത്ത ആ ഒരു ബയറുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ ഡിഫറൻസ് തുക റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. 2, റീറ്റെയിൻ ദ പ്രോഫിറ്റ് ഇഫ് ദ റീസെയിൽ പ്രൈസ് ഇസ് ഹയർ ദാൻ ദ കോൺട്രാക്ട് പ്രൈസ്. ഇനി മറിച്ച് 1500 ഗുഡ്സ് ഞാൻ 1700 വിറ്റു, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ മറിച്ച് വിറ്റു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ 200 എന്താ ഉണ്ടായ? ലാഭമാണ്. ആ ലാഭമാണ് ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റായിട്ട് തന്നെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ്, ഈ രണ്ട് കണ്ടീഷൻസ് ആണ് എങ്ങനെ പറയുന്നത്? റീസെൽ ചെയ്യാനുള്ള നോട്ടീസ് ബയർക്ക് കൊടുക്കുവാണ് ആ കേസിൽ പാലിക്കേണ്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, വെർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് നോട്ട് ട്രാൻസ്ഫർ ടു ദ ബയർ. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ബയറിന് ട്രാൻസ്ഫർ ചെയ്യാത്തപ്പോൾ ഉള്ള അൺപെയ്ഡ് സെല്ലർ റൈറ്റ് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ, റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ഡെലിവറി. സെക്ഷൻ 46 സബ്സെക്ഷൻ 2 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ഹോൾഡ് ചെയ്യാം. വിത്ത് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ ഡെലിവറി നമുക്ക് എന്ത് ചെയ്യാം? ബാൻ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡെലിവർ ചെയ്യാതിരിക്കാം. അതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദ അൺപെയ്ഡ് സെല്ലർ മേ റെഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയർ ആൻഡ് സെല്ലർ വിൽ നോട്ട് ബി ലയബിൾ ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ് അണ്ടിൽ ദ പ്രൈസ് ഇസ് പെയ്ഡ്. അപ്പം പണം അടയ്ക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഡെലിവർ ചെയ്യാതിരിക്കാം എന്നാണ് പറയുന്നത്. റെഫ്യൂസ് ചെയ്യാം, ഡെലിവറി ഓഫ് ഗുഡ്സ് റെഫ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ റൈറ്റ് അഗെയിൻസ്റ്റ് ബയർ ആണ് നോക്കുന്നത്. അൺപെയ്ഡ് സെല്ലർക്ക് എന്താ ബയറിന് മേലുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ വിറ്റ സാധനത്തിന് മേലുള്ള റൈറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബയറിന് മേലുള്ള എന്തൊക്കെ റൈറ്റ്സ് ആണ് അൺപെയ്ഡ് സെല്ലർക്കുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് സ്യൂട്ട് ഫോർ പ്രൈസ്. സെക്ഷൻ 55 പറയുന്നു സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് എന്താ പറയുന്നത്? ബയർ ഈ ഗുഡ്സിൻ്റെ പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസ് റിക്കവർ ചെയ്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്, സ്യൂട്ട് ഫോർ പ്രൈസ്. ദെൻ രണ്ടാമത്തെ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. സെക്ഷൻ 56 പറയുന്നു, അതായത് വെൻ ദ സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയർ ബട്ട് ദ ബയർ റോങ്ഫുള്ളി നെഗ്ലക്ട് റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദ ഗുഡ്സ് ആൻഡ് പേ ഫോർ ദം, ദെൻ സെല്ലർ മേ ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ ബയർ ഫോർ ദ റിക്കവറി ഓഫ് ഡാമേജസ്. അപ്പം ഒരു
ഗുഡ്, ഒരു ബയർ കണ്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം പോയി മേടിച്ച് അത് അവിടെ ഓർഡർ കൊടുത്ത് വെച്ചു, അത് മേടിച്ചില്ല, പണം പിന്നെ അടയ്ക്കാം, ഒരു ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ് പോയേക്കുവാണ്. പക്ഷേ അദ്ദേഹം അത് പോയതിന് ശേഷം അവിടെ കുറേ പേര് വന്ന് സെല്ലറുടെ അടുത്ത് ഈ സാധനം അതിലും വലിയ വിലയ്ക്ക് ചോദിച്ചു. എന്നിട്ടും മറ്റേ ആദ്യം വന്ന ആൾക്ക് വേണ്ടി എന്ത് ചെയ്തു, സെല്ലർ അത് കീപ്പ് ചെയ്തു. പിന്നീട് ഈ ബയർ അറിയിക്കുകയാണ് എന്താ, അത് നെഗ്ലക്റ്റ് ചെയ്യണം, എനിക്കത് വേണ്ട, സാധനം വേണ്ട, എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറയുമ്പം അവിടെ ആ സെല്ലർക്ക് കുറേ എന്താ നഷ്ടം ഉണ്ടായില്ലേ. അപ്പോൾ ആ നഷ്ടം നികത്താനോ അല്ലെങ്കിൽ ആ വരുത്തിയ നഷ്ടം ഡാമേജസ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാം, ഈ ബയറുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ട് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. അതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. ബയർ അത് വേണ്ടാന്ന് പറയുക, റോങ്ഫുള്ളി എന്ത് ചെയ്യുക, അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഗുഡ്സ്. ആ കേസിൽ ഡാമേജസിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ദെൻ പറയുന്നത് സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ റെപ്യൂട്ടേഷൻ ഓഫ് ദ കോൺട്രാക്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അത് പറയുന്നത് ഇപ്പം അയക്കുന്ന ഡേറ്റിന് മുന്നേ എന്ത് ചെയ്യുക, ഈ ഗുഡ് നിരസിക്കുക, ബയർ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പുട്സ് ടു അൻ എൻഡ്, അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ബയർ അത് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷനോടുകൂടി സെല്ലർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നാമത് പറയുന്നത് ഹി മേ നോട്ട് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ബയർ ആൻഡ് വെയിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാതെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ലല്ലോ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ, ഡേറ്റ് ഓഫ് ഡെലിവറി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ബയർ ഇനി വന്നാലോ മേടിക്കാൻ എന്ന് വിചാരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്താ പറയുന്നത്, ഹി മേ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂട്ടേറ്റഡ് ആൻഡ് ബ്രിങ് എ ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ബയർ ഫോർ ദ റിക്കവറി ഓഫ് ഡാമേജ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെല്ലറും അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് ബയർക്കെതിരെ ലീഗൽ ആക്ഷന് പോകാൻ സാധിക്കും. ഇതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ റെപ്യൂട്ടേഷൻ ഓഫ് ദ കോൺട്രാക്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. സെക്ഷൻ 61 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നു, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ ഈടാക്കാനുള്ളൊരു റൈറ്റാണ് പറയുന്നത്. അതായത് വെൻ ദർ ഇസ് എ സ്പെസിഫിക് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ആസ് ടു ഇൻട്രസ്റ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ബിക്കംസ് ഡ്യൂ, സെല്ലർ മേ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ബയർ ഫോർ ദ റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ്. അതായത് പലിശ ഈടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും സെല്ലർക്ക്. അതായത് ഇപ്പോൾ എഗ്രിമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും പണം ബയർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് ഡേറ്റ് മുതൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്നാണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് വരെയുള്ള പലിശ ഈടാക്കാനുള്ള ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്, സെല്ലർക്കുണ്ട്. അതാണ് സെല്ലർക്ക്, അൺപെയ്ഡ് സെല്ലർക്ക് ബയറിൻ്റെ മേലുള്ള അവകാശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്, സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്, പിന്നെ റെപ്യൂട്ടേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് അത് സ്യൂട്ട് ചെയ്യാൻ സാധിക്കും, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ഇനി ഒരു ടോപ്പിക് കൂടെ നമ്മൾ കാണുന്നുണ്ട്, ബയേഴ്സ് റൈറ്റ് അഗെയിൻസ്റ്റ് അൺപെയ്ഡ് സെല്ലർ. ബയർക്ക് അൺപെയ്ഡ് സെല്ലറിന് മേലുള്ള റൈറ്റ് എന്തൊക്കെയാണ്, അത് ഒന്നാമത് നോക്കിയാൽ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് അൺപെയ്ഡ് സെല്ലർക്ക് ബയറിൻ്റെ മേലുള്ള റൈറ്റ് ആയിരുന്നു. ഇനി ബയർക്ക് എന്ത് റൈറ്റാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ബയർ വില്ലിംഗ് ആണ് ഗുഡ് അക്സെപ്റ്റ് ചെയ്യാൻ, പക്ഷേ ആര് കൊടുക്കുന്നില്ല, സെല്ലർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നോൺ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ബയർക്ക് സെല്ലറിൻ്റെ മേൽ സ്യൂട്ട് ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ദെൻ 2, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അതായത് സെല്ലർ ഹാഡ് എഗ്രി ടു ഡു സംതിങ് സ്പെഷ്യൽ ഇൻ കണക്ഷൻ വിത്ത് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് ഹി ഫെയിൽസ് ടു ഡു സോ, ബയർ ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെല്ലർ ഫോർ കോമ്പൻസേഷൻ. അപ്പം ഗുഡ്സ് ഡെലിവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് സെല്ലർ ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയും ബയർക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. പിന്നെ സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നം വരുത്തിയാൽ, അതായത് സെല്ലറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫെയിലിയർ അതിൽ സംഭവിച്ചാൽ ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യാൻ, കോമ്പൻസേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ റെപ്യൂട്ടേഷൻ ഓഫ് ദ കോൺട്രാക്ട് ബൈ ദ സെല്ലർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡെലിവറി. നമ്മൾ നേരത്തെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ റെപ്യൂട്ടേഷൻ വരുത്തിയത്, കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ആരാണ്, സെല്ലറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയർക്ക് അതിനും കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്, അതായത് ബയറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഡെലിവറി തമ്മിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ബയർ മേ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെല്ലർ ഫോർ ദ റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നിട്ടുണ്ട് എങ്കിൽ, കോൺട്രാക്റ്റ് അവിടെ സ്റ്റോപ്പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻട്രസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും റൈറ്റ് ബയർക്ക് സെല്ലറിന് മേലുള്ളൊരു അവകാശമായിട്ട്, അൺപെയ്ഡ് സെല്ലറിന്
മേലുള്ള ഒരു അവകാശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതോടുകൂടി നമ്മുടെ BRF സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് പറഞ്ഞ അൺപെയ്ഡ് സെല്ലർ, അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് കാര്യങ്ങളെല്ലാം വിശദമായി ഒന്ന് നോക്കിക്കോണം. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.